ഹലോ എല്ലാവർക്കും ന്യൂ ക്ലിക്ക് മീഡിയയുടെ വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കറിയാം 2021 മെയ് 16 വരെയാണ് കേരളത്തിൽ ഇപ്പോൾ സമ്പൂർണ്ണ ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഈ ഒരു ലോക്ക്ഡൗണിൻ്റെ സാഹചര്യത്തിൽ പോലീസ് ചെക്കിങ് കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ നടക്കുന്നുണ്ട്. ആരെങ്കിലും ലോക്ക്ഡൗൺ ലംഘിച്ച് പുറത്തു പോവുകയാണ് എന്നുണ്ടെങ്കിൽ അവർക്കെതിരെയുള്ള നിയമ നടപടികൾ, അവർ എന്തെല്ലാം നിയമ നടപടികൾ സ്വീകരിക്കേണ്ടി വരും, നേരിടേണ്ടി വരും എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയുന്നത്. വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് നിങ്ങളുടെ സപ്പോർട്ട് അറിയിക്കുക. ഈ ഒരു ലോക്ക്ഡൗണിൻ്റെ സാഹചര്യത്തിൽ അത്യാവശ്യ കാര്യങ്ങൾക്കല്ലാതെ ആരും പുറത്തു പോകാതിരിക്കുക. അത്യാവശ്യ കാര്യങ്ങൾക്ക് പുറത്തു പോകുന്ന ആളുകൾ ഒന്നുകിൽ ഇ പാസ് കയ്യിൽ കരുതുക, അല്ലെങ്കിൽ എന്തെങ്കിലും അത്യാവശ്യ സാഹചര്യമാണെങ്കിൽ അതുപോലെ തന്നെ നിങ്ങളുടെ അടുത്തുള്ള ഷോപ്പുകളിൽ സാധനങ്ങൾ വാങ്ങാൻ, റേഷൻ കടകളിൽ സാധനങ്ങൾ വാങ്ങാൻ, ഹോസ്പിറ്റൽ കേസുകൾ ഇതിനൊക്കെ പോവുകയാണെങ്കിൽ അഫിഡവിറ്റ് എങ്കിലും നിങ്ങളുടെ കയ്യിൽ കരുതുക. അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട നിങ്ങൾ എന്താവശ്യത്തിനാണ് പോകുന്നത് അതുമായി ബന്ധപ്പെട്ട ഡോക്യുമെൻസുകളും നിങ്ങളുടെ കയ്യിൽ കരുതാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ ജെന്യൂൻ ആയിട്ടുള്ള കാര്യങ്ങൾക്ക്, അതായത് സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾക്കാണ് പോകുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ വാഹനങ്ങൾ കടത്തിവിടുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ വാഹനങ്ങൾ പിടിച്ചെടുക്കാനും 10,000 രൂപ വരെ പിഴ ഈടാക്കാനും 6 മാസം വരെ തടവ് ലഭിക്കാനൊക്കെയുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ആരെങ്കിലും പുറത്തു പോകുന്നുണ്ടെങ്കിൽ ഇത് കൃത്യമായിട്ടുള്ള രേഖകൾ കയ്യിൽ കരുതാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വളരെ വ്യാപകമായിട്ട് ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് ഇത്തരത്തിൽ കോവിഡിൻ്റെയൊക്കെ പ്രോട്ടോക്കോളുകളും കാര്യങ്ങളൊക്കെ ഉത്തരവ് ഇറക്കുന്ന ആളുകൾക്ക് ഈ ഒരു നിയമം ബാധകമല്ലേ എന്നുള്ള തരത്തിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. ആളുകളിലേക്ക് ഈ ഒരു കോവിഡ് പ്രോട്ടോക്കോള് അതുപോലെ തന്നെ ഈ ഒരു നിയമമൊക്കെ നടപ്പിലാക്കുന്ന ആളുകൾ തന്നെ നിയമം ലംഘിക്കുന്ന ഒരു സാഹചര്യമുണ്ട് എന്നുള്ള രീതിയിൽ പല കമൻറ്റുകളും പല പോസ്റ്റുകളൊക്കെ കാണാനിടയായി. അപ്പോൾ അതിനെക്കുറിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ വീഡിയോയ്ക്ക് താഴെ നിന്ന് കമൻറ്റ് ചെയ്യുക. വീഡിയോ മാക്സിമം ആളുകളിലേക്കൊന്ന് ഷെയർ ചെയ്യുക.